പേര് ജാബിർ, വിദ്യാർത്ഥിയാണ്. ഹൈന്ദവ ദാർശനികരോടാണ് ചോദ്യം. ഇഷ്ടദേവത സങ്കല്പമാണ് ഹൈന്ദവ ദർശനത്തിന്റെ ആരാധ്യതയുടെ മാർഗത്തിൽ ശരിയായ വസ്തുത എന്ന് സിദ്ധാന്തിക്കുകയുണ്ടായി. എന്നാൽ ഋഗ്വേദത്തിന്റെ 10ാമത്തെ മണ്ഡലത്തിലെ 121ാമത്തെ സൂക്തത്തിലെ 1ാമത്തെ വൃക്കിൽ പറയുന്നു, ഹിരണ്യഗർഭ സമവർത്രദാഗ്രൈ ഭൂതസ്യ ജാതഃ പതിരേക ആസിദ് സദാധാര പൃഥിവീം ധ്യാമുദേമാം കശ്മൈ ധാവായ ഹവിഷേ വിദേമ. ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത് ആകാശ ഭൂമികളുടെ സ്വർഗ ഭൂമിയുടെ സ്ഥാപകനായ ഹിരണ്യഗർഭനു മാത്രം ഹവിസർപ്പിക്കുക എന്നതാണെങ്കിൽ ഇഷ്ടദേവത സങ്കല്പത്തെ ഏതു തെളിവിന്റെ വിധത്തിലാണ് നിങ്ങൾ സ്വാധൂകരിക്കുക? ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹിന്ദുക്കളുടെ അന്തിമമായിട്ടുള്ള ദൈവീകമായ സങ്കല്പമല്ല. ഏറ്റവും ഉയർന്നതായിട്ടുള്ള ദൈവിക സങ്കല്പം എന്ന് പറയാം എന്നുണ്ടെങ്കിൽ അത് നിർഗുണ ബ്രഹ്മമാണ്. നിർഗുണ ബ്രഹ്മം എന്നുള്ളതാണ് ഏറ്റവും സൂക്ഷ്മതരമായിട്ടുള്ള ഒരു ഹിന്ദുവിന് ഏറ്റവും സൂക്ഷ്മതരമായി പോകുമ്പോൾ ചിന്തിക്കാവുന്ന ഈശ്വരന്റെ ആ രൂപമില്ല. പക്ഷെങ്കിലും മനസ്സിൽ ചില രൂപഭാവാദികളൊക്കെ ഉണ്ടാവണമല്ലോ, അല്ലാണ്ട് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മനുഷ്യന് ചിന്തിക്കുമ്പോൾ നിർഗുണ ബ്രഹ്മം എന്നുള്ളൊരു തത്വം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏതൊരു ആശയമാണ് ഉണ്ടാവുക, അതിനെ സ്വീകരിക്കാം എന്ന് മാത്രം. അപ്പോ ഏറ്റവും പരമോന്നതനായിട്ടുള്ള ദൈവത്തിൽ മാത്രം ഈശ്വരാർപ്പണം നടത്തണം എന്നുള്ളതാണെങ്കിൽ വാസ്തവത്തിൽ പറയേണ്ടിയിരുന്നത് നിർഗുണ ബ്രഹ്മത്തിന് മാത്രം സേവിക്കൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഓരോരോ ഈശ്വര സിദ്ധാന്തക്കാരും ഇതിനകത്ത് തന്നെ പല മത സിദ്ധാന്തങ്ങളുണ്ട്. വൈഷ്ണവം, ശൈവം മുതലായിട്ടുള്ള പല സിദ്ധാന്തക്കാരുണ്ട്. ഓരോരോ സിദ്ധാന്തക്കാരും അവരവരുടെ ദൈവമാണ് പരമദൈവം എന്ന് പറയാറുണ്ട്. ശിവനെ മാത്രം പൂജിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ വിഷ്ണുവിനെ മാത്രം പൂജിക്കൂ, വിഷ്ണു അല്ലാണ്ട് വേറെ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനെ എടുത്തുകൊണ്ട് ഇതാണല്ലോ ഹിന്ദുമതം പറയുന്നത് എന്ന് പറയാൻ പറ്റില്ല. വിഷ്ണു എന്നുള്ളത് വിഷ്ണുവിനെ ഇഷ്ടദേവതയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ വിഷ്ണുവിനെ ഭജിച്ചോട്ടെ. അവരോട് പറയും, നിർബന്ധിച്ച് പറയും വിഷ്ണുവിനെ മാത്രമേ ഭജിക്കാൻ പാടുള്ളൂ എന്ന് വെച്ച് വിഷ്ണുവിനെ മാത്രം ഭജിക്കാൻ പാടുള്ളൂ എന്നില്ല. ആ ആളുകൾക്ക്, ഹിന്ദുക്കൾ പൊതുവെ സാമാന്യമായിട്ടുള്ള ഹിന്ദുക്കള് ആ അർത്ഥത്തിൽ അതിനെടുക്കുന്നില്ല, ആ വാക്കിനെ എടുക്കുന്നില്ല. പിന്നെ വിഷ്ണുവിനെ മാത്രം ഭജിക്കൂ, ഹിരണ്യഗർഭനെ മാത്രം ഭജിക്കൂ എന്ന് പറയുമ്പോൾ മറ്റ് മാർഗങ്ങൾ കൂടി പോകുന്നതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നില്ല. ഹിരണ്യഗർഭനെ ഭജിക്കൂ അല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രം ഭജിക്കൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശിവനെ ഭജിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അതിന്റെ ഉദാഹരണം ശിവപുരാണത്തിൽ തന്നെയുണ്ട്. ശിവപുരാണത്തില് സതീദേവി ശിവൻ ശ്രീരാമചന്ദ്രനെ ബഹുമാനിക്കാനും പൂജിക്കാനുമായിട്ട് പോകുമ്പോൾ സതീദേവിക്ക് ദേഷ്യമുണ്ടാവും. നിങ്ങളല്ലേ ഏറ്റവും വലിയ ദൈവം, നിങ്ങളെന്തിനാ ശ്രീരാമൻ എന്നുള്ള ആ ദൈവത്തിനെ പൂജിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ സ്വന്തം ഭാര്യയായിട്ടുള്ള ആ സതീദേവിയെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. കാരണം ഞാൻ ശ്രീരാമനെ പൂജിക്കും, ശ്രീരാമൻ ശിവനെയും പൂജിക്കും. രാമായണം എന്ന് പറയുന്നത് ശ്രീരാമന്റെ കഥയാണ്. ആ ശ്രീരാമന്റെ പുരാണത്തിൽ ശ്രീരാമൻ പരമശിവനെ പൂജിക്കുന്നുണ്ട് സേതുബന്ധനത്തിന് മുമ്പായിട്ട്. ശിവപുരാണം ശിവന്റെ മാഹാത്മ്യം പറയാനുള്ള ഗ്രന്ഥമാണ്. ആ ശിവപുരാണത്തിൽ ശിവൻ പോയി ശ്രീരാമനെ പൂജിക്കുന്നു. അപ്പോഴ് ഹിന്ദുമതം ഒരിക്കലും
ഹിന്ദുമതത്തിന്റെ ഏകദൈവ വിശ്വാസം എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. മാത്രമല്ല അത് ഓരോരുത്തരും ഓരോ വിഭാഗക്കാരും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞെന്ന് വെക്കും. പക്ഷെ അതിനെ ഒരു ഈ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. ഹിന്ദുമതം ഇസ്ലാം മതം പറയുന്ന പോലെയോ ക്രിസ്തു മതം പറയുന്ന പോലെയോ ഒറ്റ ദൈവത്തിനെ മാത്രമേ ആരാധിക്കുന്നു എന്നുള്ള നിലയ്ക്ക് എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് അതിൻ്റെ ആ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം അടിസ്ഥാനപരമായി 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത് ഭാരതീയ ദാർശനിക പാരമ്പര്യങ്ങളെ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുദൈവ ആരാധനാപരമായ സമ്പ്രദായം നിലനിന്നിരുന്നു ഭാരതത്തിൽ, ഇന്ന് നിലനിൽക്കുന്നത് പോലെ. പക്ഷേ ആചാര്യന്മാരിൽ പലരും ബഹുദൈവാരാധനയെ അതിശക്തമായി നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ സംഹിതകളിൽ തന്നെ വേദങ്ങളിൽ തന്നെ തെളിവ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച ഋഗ്വേദ സംഹിതയിലെ 10-ാം മണ്ഡലത്തിലെ 121-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ ഋക്കിലും യജുർവേദത്തിലെ 13-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലുമെല്ലാം പറയുന്ന ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേകാസീത് എന്ന വചനം. ഇവിടെ ഹിരണ്യഗർഭ ശബ്ദം പിൽക്കാലഘട്ടത്തിൽ പല രൂപത്തിലായിട്ടുണ്ട്. പക്ഷേ ഹിരണ്യഗർഭൻ, വിശ്വകർമാവ്, അതേപോലെ തന്നെ പരമപുരുഷൻ, പ്രജാപതി തുടങ്ങിയ നാമങ്ങളിൽ ആണ് വേദസംഹിതകളിൽ കൂടുതലായി പരബ്രഹ്മം തന്നെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പിൽക്കാലഘട്ടത്തിലെ ഹിരണ്യഗർഭ ശബ്ദത്തിനും ഗ്ലാനി സംഭവിച്ചു. അത് മറ്റൊരു ചരിത്രമാണ്. വേദസംഹിതകളിൽ ബ്രഹ്മശബ്ദം നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കൂല. പരബ്രഹ്മ ശബ്ദവും പരമാത്മ ശബ്ദവും കാണാൻ സാധിക്കൂല. മറിച്ച് ഹിരണ്യഗർഭ ശബ്ദവും വിശ്വകർമ്മ ശബ്ദവും എല്ലാമാണ് നമ്മൾ കാണുന്നത്. ഇത് എല്ലാം എന്തിനാണ്? ഈ ദൈവം തമ്പുരാന് വിശ്വകർമാവ് എന്നാൽ അറിയാലോ, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചവൻ. ഹിരണ്യഗർഭ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ഹിരണ്യത്തിന് ഗർഭം ധരിച്ചവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും ഇങ്ങനെ ഉള്ള സിദ്ധാന്തങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായി ബഹുദൈവാരാധനയെ വിലക്കിയ വചനങ്ങളുണ്ട്. ശക്തമായി തന്നെ അന്തം തമഃ പ്രവിശന്തിയേ സംഭൂതി മുപാസതേ തദോ ഭൂയ ഇവദേ തമോ യൗ സംഭൂത്യാമൃതഃ. ഇത് യജുർവേദത്തിലും ഈശാവാസ്യത്തിലും ഒരേപോലെ പറഞ്ഞത്. ഈശാവാസ്യത്തിൽ യജുർവേദത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് എടുത്തിട്ട് പലതും പറയുന്ന കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യജുർവേദത്തിലെ 40-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ, ഈശാവാസ്യത്തിലെ 12-ാമത്തെ ശ്ലോകത്തിലും എന്താണിത്? അന്ധകാരത്തിലാണ് പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. ആരാ ഉപാസിക്കുന്നവർ? പ്രകൃതിയെ ഉപാസിക്കുന്നവരും അതേപോലെ തന്നെ ദേവപിതൃമാനവാദികൾ ഉപാസിക്കുന്നവരും. ഇത് എന്റെ വ്യാഖ്യാനമല്ല, ഇത് ഉപനിഷത്തുക്കളെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ട പരിഭാഷകളിൽ കാണാൻ സാധിക്കും. മാത്രല്ല ഈ ബഹുദൈവാരാധന ഗണ്ണനം ഭാരതീയ ആധുനിക കാലഘട്ടത്തിലെ ഭാരതീയ ആചാര്യന്മാർ തന്നെ പലരും നടത്തിയിട്ടുള്ളതാണ്. ശക്തമായി വേദസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ബഹുദൈവാരാധന ശരിയല്ല, തെറ്റാണ്, പാടില്ലാത്തതാണ്, ബഹുദൈവാരാധന നടത്തുന്നവർ മൃഗങ്ങൾക്ക് സമാനമാണ് എന്നാണ് ബൃഹദാരണ്യകോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 4-ാം ബ്രാഹ്മണത്തിലെ 10-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്നുമെല്ലാം സൂചിപ്പിച്ച പണ്ഡിതന്മാർ, ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള, വാഗ്ഭടാനന്ദ സ്വാമികളെ പോലെയുള്ള പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും ആരാധിക്കാമെന്നുള്ള സിദ്ധാന്തം ചിലപ്പോൾ ലഭിക്കും അങ്ങനെ നോക്കുന്ന ഒരാൾക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ ദൈവിക മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിച്ച സമൂഹം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഏകദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസമായിരുന്നു നിലനിന്നിരുന്നത് എന്നതിന് ഉപനിഷത്തുക്കളും വേദങ്ങളും യഥേഷ്ടം തെളിവ് നൽകുന്നുണ്ട് എന്നാണ് എനിക്ക് ആ വിഷയകമായി സൂചിപ്പിക്കാൻ. സൂചിപ്പിക്കപ്പെട്ടതിൽ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഋഗ്വേദത്തിൽ തന്നെ 3 ദേവന്മാരുടെ പേരുകളുണ്ട്. ദേവേന്ദ്രൻ, ഇന്ദ്രൻ, വരുണൻ, പിന്നെ രുദ്രൻ. ഈ 3 ദേവന്മാർക്കും പൂജയുണ്ട്. പിന്നെ ഞാൻ ശ്രീമാൻ അക്ബറെ വളരെയേറെ ശ്ലാഘിക്കുന്നു, അദ്ദേഹത്തിനെ അനുമോദിക്കുന്നു. അദ്ദേഹത്തിനെ പോലെ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല.
കാരണം എൻ്റെ ബ്രെയിൻ ആ നിലയ്ക്കല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം എനിക്ക് പറയാൻ പറ്റും. ഈ രുദ്രൻ, വരുണൻ മുതലായിട്ടുള്ള ആ 3 ദേവന്മാര് ഉണ്ട് എന്ന് പറയണ്ടായി. ഇങ്ങനെ 3 ദേവന്മാരുണ്ട്. പിന്നെ ഈ 3 ദേവന്മാരെയും പൂജിക്കുന്ന ഉപനിഷത്തുകളിലെ ചില വരികൾ കോട്ട് ചെയ്തിട്ട് പറയേണ്ടത് അവിടെയൊക്കെ ഏകദൈവ ആരാധനയാണെന്ന്. പക്ഷെ ഉപനിഷത്തുകളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഉപനിഷത്തിന്റെ ഭാഷ ആർക്കും അറിയില്ല. വേദഭാഷയിലാണ് അതൊക്കെ ഇട്ടുള്ളത്, വൈദികമായിട്ടുള്ള ഭാഷയിലാണ്. വൈദികമായിട്ടുള്ള ഭാഷ എന്ന് വെച്ചാൽ ഇന്നുള്ള സംസ്കൃതമല്ല. ആ സംസ്കൃതം അറിയണമെങ്കിൽ വേദഭാഷ പഠിച്ച് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വേദഭാഷ പഠിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള ആളാണ് ശങ്കരാചാര്യർ. അത് വേദങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ശങ്കരാചാര്യർ വഴിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള സായണ മഹർഷിയുണ്ട്, യാസ്കനുണ്ട്, ഇങ്ങനെയുള്ള വ്യാഖ്യാതാക്കൾ വഴി മാത്രമേ നമുക്ക് വേദങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വൈദിക സംസ്കൃതത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്, ക്ലാസിക്കൽ സംസ്കൃതത്തിലാണ് ഇവരെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ വ്യാഖ്യാനങ്ങൾ വഴിയേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവരുടെ ഈ ശങ്കരാചാര്യരാണ് വേദാന്തത്തിനെ സ്ഥാപിച്ച ആള് എന്ന് പറയാം. ആ വേദാന്ത വ്യാഖ്യാനം അനുസരിച്ച് ഈ ഹിരണ്യഗർഭം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പ്രാഗ്രൂപമാണ്, സൃഷ്ടിയുടെ ഒരു പ്രാഗ്രൂപം മാത്രമാണ്. അല്ലാണ്ട് അത് നിർഗുണ ബ്രഹ്മമല്ല, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നതായ ഒരു ദൈവീക സങ്കല്പമല്ല ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉപചോദിച്ചിട്ടുണ്ട്. നേരത്തെ സാറുടെ സംസാരത്തിൽ ഹൈന്ദവതയുടെ ഹിന്ദുത്വത്തിന്റെ മാനദണ്ഡമായി പരിഗണിക്കുന്ന വേദഗ്രന്ഥങ്ങളിൽ സ്വാഭാവികമായും കാലഗണന പ്രകാരം മാനുഷികമായ കൈകടത്തലുകൾ വന്നിട്ടുണ്ട് എന്ന് സിദ്ധാന്തിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഋഗ്വേദം രേഖപ്പെടുത്തുന്ന 333 വരെയുള്ള ദേവന്മാരിൽ ഇന്ദ്രൻ, മിത്രൻ, വരുണൻ, അഗ്നി, വിഷ്ണു എന്ന് പറയുന്ന ആളുകളെ കൂടി ആരാധ്യരായി സ്വീകരിക്കാം എന്ന് പറയുന്നത് തീർച്ചയായും മാനുഷിക കൈകടത്തലാവുകയില്ലേ? കാരണം ഇതര വേദഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങളിൽ ഇത്തരത്തിൽ ഹിരണ്യഗർഭനെയോ വിശ്വകർമാവിനെയോ പ്രജാപതിയെയോ വിളിച്ചു പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നുണ്ടായിരിക്കെ അതിനപ്പുറം ചെയ്യുന്നത് മൂഢമായ വിശ്വാസമാണെന്നും നരകീയ പാതയാണെന്നും സൂചിപ്പിക്കുക വഴി ഏതു മാനദണ്ഡ പ്രകാരമാണ് ഈ പൂർണ്ണമായ എല്ലാ ആളുകളെയും എല്ലാ ഇഷ്ടദേവന്മാരെ സ്വീകരിക്കാനുള്ള ആശയം സാധൂകരിക്കപ്പെടുന്നത് എന്നാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. മാനുഷികമായിട്ടുള്ള കൈകടത്തലുകളെ പറ്റിയിട്ട് ഹൈന്ദവ ദാർശനികന്മാർ വലുതായിട്ട് പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. അത് വായിച്ചു നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണമാണ്. ഹൈന്ദവനെ സംബന്ധിച്ച് വേദഗ്രന്ഥം എന്ന് പറയുന്നത് അന്വേഷണത്തിലൊരു ഉപാധിയാണ്. അത് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, ഇപ്പോഴിങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രക്ഷിപ്ത ഭാഗത്തില്ല അങ്ങനെ പറയുന്നത്, ഒറിജിനൽ ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സംശയങ്ങൾ ഒരു ഹിന്ദുവിനെ ഒരിക്കലും വേവലാതിപ്പെടുത്താറില്ല. പ്രക്ഷിപ്ത ഭാഗം ഏതാണ്, ഒറിജിനൽ ഭാഗം ഏതാണെന്ന് വറി ചെയ്യാറില്ല. അയാളത് വായിച്ചു നോക്കിയിട്ട് അയാളുടെ ആ മനസ്സിനകത്തുള്ള ഈശ്വരീയ ഭാവവുമായിട്ട് തട്ടിച്ചു നോക്കി ആ പാഠ്യപുസ്തകവും അയാളുടെ ആത്മാവും തമ്മിൽ പ്രതികരിക്കുമ്പോൾ, അവ തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാവുന്ന സഹൃദയ ഭാവത്തിൽ നിന്നാണ് അയാൾ അർത്ഥജ്ഞാനം നേടുന്നത്. അപ്പോഴ് അയാൾക്ക് തോന്നുകയാണ്, അയാൾക്ക് ആ തോന്നുന്ന സത്യമാണ് വാസ്തവത്തിൽ സത്യം. ആ സത്യത്തിനെയാണ് അയാൾ ആരാധിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തെക്കുറിച്ച സത്യസന്ധമായ സന്ദേശം എന്താണ് എന്നതാണ്. ആരാധനയെക്കുറിച്ച സത്യസന്ധമായ സന്ദേശം എന്താണ് എന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും സൃഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ സൃഷ്ടാവായ തമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഉപനിഷത്തുകളിലുണ്ട്, വേദസംഹിതകളിലുണ്ട്.
ഈ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ശ്രീ ശങ്കരാചാര്യർ മാത്രമാണ് വേദത്തെ വ്യാഖ്യാനിക്കുവാൻ സാധിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഭാരതീയമായ അഭിപ്രായമല്ല, അത് അദ്വൈതപരമായ അഭിപ്രായം എന്ന് പറയാം. ശ്രീ ശങ്കരാചാര്യരെ നിശിതമായി വിമർശിക്കുന്നുണ്ട് മാധ്വാചാര്യർ, ശങ്കരാചാര്യരുടെ സകല സിദ്ധാന്തങ്ങളെയും. അതേപോലെ തന്നെ രാമാനുജാചാര്യർ അദ്ദേഹത്തെ പിന്നെ ആദ്യം തന്നെ ശ്രീ ശങ്കരാചാര്യരെ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ശ്രീ ശങ്കരാചാര്യരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യരെ വിമർശിക്കുകയാണ് ആധുനിക പണ്ഡിതനായ ഞാൻ പറഞ്ഞ ദയാനന്ദ സരസ്വതി ചെയ്തത്. വാഗ്ഭടാനന്ദ സ്വാമികൾ ഇതേപോലെ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രീ ശങ്കരാചാര്യർ തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം തന്നെ ആദ്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം ആശങ്കിച്ചിരുന്നു എന്ന് ഭാരതീയ ദർശനത്തിന്റെ നമ്മുടെ ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാരതീയ ദർശനത്തിന്റെ 2ാം വോള്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവനും സർവ്വവ്യാപിയാണ് തഴമ്പുരാൻ പരബ്രഹ്മം എന്നുള്ള സിദ്ധാന്തത്തിന് എതിരാവുകയില്ലേ ക്ഷേത്രത്തിൽ പോകുന്ന ഏർപ്പാടി എന്ന് അദ്ദേഹം തന്നെ ആശങ്കിച്ചതായി. അപ്പോ യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിനും ദൈവം തമ്പുരാനെ വ്യാഖ്യാനിക്കണമെങ്കിൽ, ദൈവം തമ്പുരാനെ പൂർണ്ണമായി അറിയണമെങ്കിൽ കൃത്യമായ ദൈവിക മാർഗദർശനം വേണം എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. എല്ലാവരുടെ ഫിലോസഫി ഉണ്ട്. മാധവാചാര്യരുടെ ഫിലോസഫി മോശമല്ല, രാമാനുജാചാര്യരുടെ ഫിലോസഫി മോശമല്ല. അദ്വൈതത്തിന്റെ ഫിലോസഫി പൊതുവെ എടുക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാത്തിനെയും ആരാധ്യമാക്കുവാൻ പറ്റുന്ന ഒരു തത്വശാസ്ത്രത്തിന് അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അദ്വൈതത്തിനും സുന്ദരമായ ഒരു ഫിലോസഫി ഉണ്ട്. ഈ ഫിലോസഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സത്യം ഏത് എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ പറ്റൂല. അവിടെയാണ് കൃത്യമായ പ്രമാണം ആവശ്യമായി വരുന്നത്. സൃഷ്ടാവായ തമ്പുരാൻ പ്രപഞ്ചാതീതമാണ്, പദാർത്ഥാതീതമാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത പദാർത്ഥ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, സാങ്കല്പിക ചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നൽകപ്പെട്ടതാണ്. ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതമായ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ആ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. കാരണം എന്താ? പ്രപഞ്ചം ടൈം സ്പേസ് കോണ്ടിന്യൂമാണ്, സ്ഥലകാല നൈരന്തര്യമാണ്. ആ സ്ഥലകാല നൈരന്തര്യത്തിന് അതീതനായ പടച്ച തമ്പുരാനെ കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ അവന്റെ മാർഗദർശനം, അതാണ് പ്രവാചകന്മാരിലൂടെ ഉണ്ടായത്. അത് ഭാരതീയ പ്രവാചകന്മാരിലൂടെയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏകദൈവ വിശ്വാസപരമായ വചനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ദൈവ വിശ്വാസം, ഏകനായ സൃഷ്ടാവ് മാത്രമേ ആരാധിക്കപ്പെടുവാൻ പാടുള്ളൂ എന്നുള്ള സങ്കല്പം, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബഹുദൈവ ആരാധനക്ക് എവിടെയും തെളിവുകൾ ഉണ്ടാകും. ഇപ്പൊ വേദസംഹിതകളിൽ ഇന്ദ്രമിത്ര വരുണാദികളെ 3 ദൈവങ്ങളൊന്നല്ല, 33 ദൈവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ദ്രമിത്ര വരുണാദികളെ കുറിച്ചുള്ള പരാമർശം. പക്ഷെ ആ പരാമർശത്തെ തന്നെ ഈ ഏകദൈവവാദികളായ പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ രീതിയെല്ലാം പറയുമ്പോ ലൈറ്റ് അടുത്തത് കത്തും, അതുകൊണ്ട് എനിക്ക് പറയാൻ നിർവാഹമല്ല. പിന്നെ അതുകൊണ്ട് ആ വ്യാഖ്യാനങ്ങൾക്കുമെല്ലാം അപ്പുറത്ത് കൃത്യമായി ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കാനല്ല, ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന് അറിയണമെങ്കിൽ ആ പടച്ച തമ്പുരാൻ തന്നെ പഠിപ്പിക്കണം. അതാണ് പ്രവാചകന്മാരിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ.